സിനിമയിൽ തിളങ്ങി നിൽക്കുമ്പോൾ ചില അബദ്ധങ്ങൾ നടിമാർക്ക് സംഭവിക്കാറുണ്ട്. ഉദാഹരണത്തിന് KPAC ശാന്തയുടെ സംഭവം. ഉപ്പും മുളകും എന്ന സീരിയലിൽ ഭവാനിയമ്മ എന്ന ശക്തമായ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു KPAC ശാന്ത. അപ്പോഴാണ് തന്നെക്കാൾ വളരെ ചെറുപ്പത്തിലുള്ള തന്നെക്കാൾ വളരെ ഇളയതായ ഒരു കാമുകനുമൊത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൻ്റെ ദൃശ്യങ്ങൾ പ്രചരിച്ചത്. കാമുകന് മുമ്പിൽ നൈറ്റ് പൊക്കി കാണിക്കുന്ന ശാന്തയെ കാമുകൻ ചതിച്ചു. അത് സോഷ്യൽ മീഡിയയിൽ പ്രചരണമായി മാറി. ഭവാനിയമ്മ എന്ന റോൾ ശാന്തയിൽ നിന്നും തട്ടിയകറ്റപ്പെട്ടു. ശാന്ത ഇപ്പോൾ എവിടെയോ ഒളിവ് ജീവിതം നയിക്കുന്നു. അതുപോലെ മറ്റൊരു നടി കൂടിയുണ്ട് ചതിക്കപ്പെട്ടത്. ആ നടി ശാന്തയേക്കാൾ പ്രശസ്തയാണ്. മങ്ക മഹേഷ്. ആലപ്പുഴ അമ്പലപ്പുഴ ജനിച്ച മങ്ക മഹേഷ്. അമൃതം ഗോപിനാഥിൽ നിന്നും നൃത്തം പഠിച്ച മങ്ക മഹേഷ്. KPACയുടെ നാടകങ്ങളിലൂടെയാണ് അവർ പ്രചാരം നേടിയത്. നാടകത്തിൽ സഹനടനായ മഹേഷിനെ വിവാഹം കഴിച്ചു മങ്ക. അങ്ങനെ മങ്ക മഹേഷായി മാറി. ഇരുവരും തിരുവനന്തപുരത്ത് താമസം തുടങ്ങി. മന്ത്രമോദരമാണ് അവരുടെ ആദ്യ ചിത്രം. പഞ്ചാബി ഹൗസിലൂടെ ശ്രദ്ധിക്കപ്പെട്ടു. MD ഹരിഹരൻ ടീമിൻ്റെ എന്ന് സ്വന്തം ജാനകിക്കുട്ടി എന്ന ചിത്രം തൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഇലവങ്കോട് ദേശം, ആയുഷ്മാൻ ഭവ, വിസ്മയം, മീനാക്ഷി കല്യാണം, പ്രേം പൂജാരി, തച്ചിലേടത്ത് ചുണ്ടൻ, മേഘം തുടങ്ങി കുറേയേറെ ചിത്രങ്ങളിൽ ചെറുതും വലുതുമായ വേഷങ്ങളിൽ അഭിനയിച്ചു മങ്ക മഹേഷ്. ഭർത്താവ് മഹേഷ് അതിനിടയ്ക്ക് മരണപ്പെട്ടു. അതോടെ മങ്കയും മകളും ഒറ്റയ്ക്കായി. അവർ ആലപ്പുഴയിലേക്ക് താമസം മാറി. അവിടെ വെച്ച് ഒരു പ്രണയം മങ്ക മഹേഷിന് ഉടലെടുത്തു. ആ പ്രണയത്തിലെ ചതി മങ്ക മഹേഷ് തിരിച്ചറിഞ്ഞില്ല. കാമുകൻ്റെ മുമ്പിൽ മങ്ക മഹേഷ് വികാരവതിയായി കിടക്കുന്നതും മങ്ക മഹേഷ് കാമുകനെ സംഭോഗത്തിനായി ക്ഷണിക്കുന്നതും ഒക്കെ കാമുകൻ മൊബൈലിൽ പകർത്തി. തമാശയായിട്ടാണ് മങ്ക മഹേഷിന് തോന്നിയത്. അല്ലെങ്കിൽ വികാര തീവ്രതയിൽ അവരതിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ അതിലൊളിഞ്ഞിരിക്കുന്ന ചതി അറിയാതെ പോയി. കാമുകനുമൊത്ത് രതിരംഗമാടുന്ന മങ്ക മഹേഷിൻ്റെ വീഡിയോ വൈറലായി. യൂട്യൂബിൽ അത് ഹിറ്റായി മാറി. അതോടെ മങ്ക മഹേഷ് വീണു. അവർക്ക് സിനിമകൾ ഇല്ലാതായി മാറി. സീരിയലുകളിലും വലുതായി വേഷങ്ങൾ കിട്ടിയില്ല. എന്തായാലും കാമുകൻ കാണിച്ച ചതി കാരണം കരിയർ നഷ്ടപ്പെട്ടു അവർക്ക്. അവർ പിന്നീട് മറ്റൊരു വിവാഹം കഴിച്ചു. ഇപ്പോൾ അമ്പലപ്പുഴയിൽ താമസിക്കുന്നു. മങ്ക മഹേഷിനെ പോലെ ഒരുപാട് നടിമാരുണ്ട് ഇങ്ങനെ ചതിക്കപ്പെട്ട നടിമാർ. അർച്ചന സുശീലൻ എന്ന നടി മറ്റൊരു ഉദാഹരണം. അവർ ഇതേപോലെ തന്നെ ന്യൂഡായി കാമുകന് മുമ്പിൽ കിടന്നു കൊടുത്തു. കാമുകൻ അതിൻ്റെ ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചു. അത് വലിയ നാണക്കേടായി അർച്ചന സുശീലിന് മാറി. താൻ ബോധാവസ്ഥയിലല്ലായിരുന്നു അങ്ങനെ കിടന്നതെന്ന് പിന്നീട് അവർക്ക് പറയേണ്ടതായി വന്നു. എന്തായാലും ഇതുപോലെയുള്ള ഒരുപാട് നടിമാർ കേരളത്തിൽ ഉടനീളമുണ്ട്. മങ്ക മഹേഷിനെ പോലെ ചതിയിൽപ്പെട്ട നടിമാർ. അവരെ ചതിച്ചത് അവരുടെ കാമുകരാണ് എന്നതാണ് വിരോധാഭാസം. KPAC ശാന്തയും മങ്ക മഹേഷും അർച്ചന സുശീലിനും ഒക്കെ പ്രതീകങ്ങളാണ്. സൂക്ഷിച്ചില്ലെങ്കിൽ പണി കിട്ടും എന്നുള്ള പ്രതീകങ്ങൾ. സോഷ്യൽ മീഡിയയുടെ കാലമാണ് ഇന്ന്. ഏതും ഒരു മൊബൈലിലൂടെ ലോകത്തെ അറിയിക്കാൻ കഴിയുന്ന വിസ്മയക്കാലം. ആ കാലത്താണ് മങ്ക മഹേഷിനെ പോലെയുള്ളവർ ആകെ മൊത്തം ജീവിതത്തിൽ നിന്ന് പുറംപോക്കിലേക്ക് തള്ളപ്പെട്ടത്. ഇത് ഒരു മങ്ക മഹേഷിൻ്റെയോ കോട്ടയം KPAC ശാന്തയുടെയോ അർച്ചന സുശീലിൻ്റെയോ കഥ മാത്രമല്ല, നിരവധി പേരുടെ കഥയാണ്. നടി രേവതിക്കും ഇങ്ങനെ ഒരു കുഴപ്പം പറ്റിയിട്ടുണ്ട്. ഒരു ഹിന്ദി നിർമ്മാതാവ് രേവതിയുമായി പ്രണയത്തിലായി. രേവതിയുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്നതിൻ്റെ ചിത്രങ്ങൾ അയാൾ രേവതി അറിയാതെ പകർത്തി. അത്
സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചു. രേവതിക്ക് അത് വലിയ നാണക്കേടായി മാറി. ഒരുപാട് പേർ ഇങ്ങനെ അപകടത്തിൽ പെട്ടിട്ടുണ്ട്. ചിമ്പുവും നയൻതാരയും തമ്മിലുള്ള ലിപ് ലോക്ക് രംഗങ്ങൾ ചിമ്പു പകർത്തി സോഷ്യൽ മീഡിയയിൽ ഇട്ടതോടെ അത് വലിയ വിവാദമായി മാറി. നയൻതാര അത് നിരസിക്കാൻ കഴിയില്ല. അത്രമാത്രം ഒറിജിനാലിറ്റി ഉണ്ടായിരുന്നു രംഗങ്ങൾക്ക്. എന്തായാലും പുതിയതായി സിനിമയിലെത്തുന്ന നടിമാർ, അത് ഏത് പ്രായത്തിലുള്ള നടിമാരായാലും സൂക്ഷിക്കണം. ചതിക്കുഴികൾ ഒളിഞ്ഞിരിപ്പുണ്ട്. മങ്കാമഹേഷിനെ വീഴ്ത്തിയതുപോലെ.